ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താകും തെളിവെടുപ്പിനായി പെരുമ്പാവൂരിൽ എത്തിക്കുക. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, ഒപ്പം തെളിവെടുപ്പ് വളരെ വേഗം പൂർത്തിയാക്കേണ്ടതുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാകും? ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ തന്നെ നടക്കുന്നുണ്ടോ? ബി സന്ധ്യ അടക്കമുള്ളവർ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലുണ്ടോ? സൗമ്യ, ഇന്ന് പ്രതി അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപായി വൈദ്യപരിശോധന നടത്തണം. അത് ആലുവ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് വൈദ്യപരിശോധന നടത്തുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അല്പം മുമ്പ് ഡോക്ടർമാർ ഇവിടേക്ക് വരികയാണ് ചെയ്തത്. പ്രതിയെ പാർപ്പിച്ചിരിക്കുന്ന ആലുവ പോലീസ് ക്ലബിലേക്ക് അല്പം മുൻപ് ഡോക്ടർമാർ വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധന നടത്തിയതിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകും. പെരുമ്പാവൂർ കോടതിയിലേക്കായിരിക്കും പ്രതിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രതിയെ കോടതിയിൽ എത്തിച്ചാൽ പോലീസ് സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഏതാണ്ട് 15 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വളരെ വിശദമായ തോതിൽ ചോദ്യം ചെയ്യലുകൾ ഇനി അവശേഷിക്കുന്നു, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതുകൂടാതെ തെളിവെടുപ്പും നടത്തുക എന്ന പ്രധാനപ്പെട്ട പ്രക്രിയയും ബാക്കിയുണ്ട്. അത് പെരുമ്പാവൂർ ജിഷയുടെ വീടിനും പരിസരത്തും ഈ കൊലപാതകം നടന്ന സ്ഥലത്തെല്ലാം എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഈ കൂടുതൽ ആയുധങ്ങൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും മറ്റും പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കും, നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കും. എന്നാൽ ഈ പെരുമ്പാവൂരിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ അത് വലിയ സംഘർഷ സാധ്യത ഉണ്ട്. കാരണം അവിടെയുള്ളവർ ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. എപ്പോൾ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രതിയെ കൊണ്ടുപോവുക എന്നതാണ്. കാരണം ഇന്നലെ വൈകിട്ടോടെയാണ്, 4 മണിക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയാലും മതി. എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ വൈദ്യപരിശോധനയ്ക്കായി ആലുവ പോലീസ് ക്ലബിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ ഉടൻ കോടതിയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാനാകും. ഇന്നത്തെ നടപടിക്രമം ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ്. നേരത്തെ പോലീസ് ഇന്ന് തന്നെ ഒരു തെളിവെടുപ്പ് നടത്തണോ എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നു. കാരണം വൈകിട്ട് കോടതിയിൽ ഇയാളെ കൊണ്ടുപോകുന്നതിന് മുമ്പായി ഒരു തെളിവെടുപ്പ് നടത്തണോ എന്ന് ആലോചിച്ചിരുന്നു. എന്നാൽ അത് വലിയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതൊരു പക്ഷേ ഇന്ന് ഒഴിവാക്കുമായിരിക്കും. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുകളും ഉണ്ടാവുക. ഒരുപക്ഷെ ഉമേഷ്, വളരെ സെൻസിറ്റീവായ ഒരു കേസ് കൂടിയാണ്. പെരുമ്പാവൂരിലെ സാഹചര്യം മാത്രമല്ല, പൊതുവിൽ കേരളത്തിലുടനീളം ഉയർന്ന പ്രതിഷേധങ്ങളൊക്കെയും പോലീസ് കണക്കിലെടുക്കുന്നു കൂടി ഉണ്ടാകും. ഇവിടെ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ചില സംശയങ്ങൾ പോലീസിന് ദൂരീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആയുധങ്ങൾ കണ്ടെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അയാളെ പെരുമ്പാവൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടുതലാണ്. പക്ഷേ ഇയാളെ പുറത്തേക്ക് ഇറക്കുന്നത് സേഫ് അല്ല, അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് സേഫ് അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും മെഡിക്കൽ ചെക്കപ്പ് പോലും ഡോക്ടർമാരെ അവിടേക്ക് വരുത്തി ഇപ്പോൾ ചെയ്യിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനിയുള്ള തെളിവെടുപ്പിൽ അടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് തന്നെ അതിനൊരു താമസമുണ്ടാകും എന്ന തരത്തിൽ കൂടി കാര്യങ്ങൾ വായിച്ചെടുക്കണോ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വൈദ്യപരിശോധന കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഏത് ഗവൺമെൻറ് ആശുപത്രിയിൽ വേണമെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാം. സാധാരണഗതിയിൽ പോലീസിൻ്റെ സൗകര്യാർത്ഥം പെരുമ്പാവൂരിൽ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. എന്നാൽ സൗമ്യ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിൽ ഇയാളെ എത്തിക്കുമ്പോഴുണ്ടാകുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ആലുവയിൽ കൊണ്ടുപോകുമോ എന്നുള്ള സംശയം നമുക്ക് വന്നത്. എന്നാൽ അപ്പോഴും അതും പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം ആലുവയിലും ഇത്തരത്തിൽ പ്രതിയെ പുറത്തിറക്കി ആശുപത്രിയിലേക്ക് കയറ്റുമ്പോഴും ഇത്തരത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഡോക്ടർമാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് വൈദ്യപരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം പ്രതിയെ നേരിട്ട് അതീവ സുരക്ഷയോടുകൂടി തന്നെ പെരുമ്പാവൂർ കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അത് എപ്പോൾ കൊണ്ടുപോകുമെന്ന സമയത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. കാരണം പ്രതി പല കാര്യങ്ങളും പോലീസിനോട് ഇതിനകം സമ്മതിച്ചതാണെങ്കിലും
ഈ കൊലപാതകത്തിൻ്റെ മുഴുവൻ ചുരുളുകളും അഴിയേണ്ടതുണ്ട്. അതിന് പിന്നിലുള്ള മുഴുവൻ കാരണങ്ങളും വ്യക്തിവൈരാഗ്യമുണ്ടോ അത്തരത്തിലുള്ള വിശദ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് മുഴുവനായി ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുധം ഉപേക്ഷിച്ച സ്ഥലം സംബന്ധിച്ച ഒരാശയക്കുഴപ്പം ഈ പ്രതി തന്നെ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയുധം ഇന്നലെ അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായെങ്കിൽ തന്നെയും പോലീസ് ഇന്നലെ വൈകിട്ടോടെ തന്നെ ആയുധം കണ്ടെടുത്തിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയിൽ നിന്ന് തന്നെ തെളിവെടുപ്പ് സമയത്ത് ചോദിച്ചറിയുകയും അത് കണ്ടെടുക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശദമായി 15 ദിവസത്തോളം കസ്റ്റഡിയിൽ എടുത്ത ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. സൗമ്യ. ഉമേഷ്, ഇന്നലെ നമുക്കറിയാം, ഇന്നലെ രാവിലെ നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അറസ്റ്റ് അടക്കം സ്ഥിരീകരിച്ചിരുന്നു. പല കാര്യങ്ങളും പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിനോടനുബന്ധിച്ച് പല വാർത്തകളും വന്നിരുന്നു, ഇയാളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വളരെ ക്ലിയറായി നിൽക്കുന്ന കാര്യങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ വെളിപ്പെടുത്തിയത് അടക്കം അല്ലെങ്കിൽ പോലീസിന്റെ നിഗമനം അടക്കം ഇതുവരെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? പുതിയ ചെരുപ്പ് വാങ്ങുന്നു. ഈ ചെരുപ്പിന്റെ ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമയാണ് അന്ന് രാത്രി ഉമേഷ്, കേൾക്കാമെന്ന് കരുതുന്നു. ഇതുവരെ പോലീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു കൃത്യമായ ഒരു വിശദീകരണം അതിലേക്കൊക്കെ കടക്കാൻ സമയമാകുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ DGP ഇന്ന് എത്തുകയൊക്കെ ഉള്ളൂ. എങ്കിൽ കൂടിയും കേസുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ളൊരു നിഗമനങ്ങൾ എങ്ങനെയാണ് പോലീസിന്റേത്? സൗമ്യ, അത് ഇന്നലെ പറഞ്ഞു തന്നെയാണ്. അതായത് പോലീസ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഈ കൊലപാതകം ഏത് രീതിയിൽ നടത്തി എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തമായ കാരണങ്ങൾ അതിൽ എഴുതിയിട്ടില്ല. പക്ഷേ പ്രതി ഇയാളാണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ പര്യാപ്തമായ മൊഴികളും തെളിവുകളും എല്ലാം പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഇത്തരത്തിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു കുളിക്കടവിൽ ഇയാൾ നോക്കിയിരുന്നപ്പോൾ ഒരു സ്ത്രീ അടിക്കുകയും അത് ജിഷ കാണുകയും അത് ഒരു പരിഹാസമായി തോന്നുകയും പിന്നീട് അന്ന് തൊട്ട് വൈരാഗ്യം തുടങ്ങുകയും പിന്നീട് ഇയാൾ ഈ കൊലപാതക ദിവസം രാവിലെ ജിഷയെ കാണാനായി ചെല്ലുകയും ജിഷ അവിടെ നിന്ന് ഇയാളെ ഇറക്കി വിടുകയും ചെയ്തു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മദ്യലഹരിയിൽ വന്ന് ജിഷയെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടയിൽ വെള്ളം ചോദിച്ചപ്പോൾ മദ്യമാണ് നൽകിയത് എന്നും പറയുകയുണ്ടായി. പിന്നീട് ലൈംഗിക വൈകൃതം നടത്തിയെന്നുള്ളതാണ്. അത് ഇയാളുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായ കാര്യമാണ്. ഇത്തരത്തിലൊരു സ്വഭാവക്കാരനാണ് പ്രതി എന്നുള്ളത് പോലീസിന് മനസ്സിലായിരുന്നു. അത്തരത്തിൽ ലൈംഗിക വൈകൃതം നടത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് പോലീസ് മാധ്യമങ്ങളോട് ആ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനങ്ങളോ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും തന്നെ പോലീസ് മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടില്ല. എങ്കിൽ തന്നെയും ഇത് തന്നെയാണ് കാരണം എന്നുള്ളത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനി മാധ്യമങ്ങളായി പങ്കുവയ്ക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം അത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഒഴിവാക്കിയിരിക്കുകയാണ് പോലീസ്. എന്തായാലും തെളിവെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടോ? നിലവിൽ ആലുവ പോലീസ് ക്ലബിൽ ADGP B സന്ധ്യ അടക്കമുള്ളവർ ഉണ്ട്. മറ്റ് DGP അത്തരത്തിൽ ആരും തന്നെ ഇവിടെ ഇല്ല. ഇനി കോടതിയിൽ കൊണ്ടുപോവുക എന്നുള്ള നടപടി മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കലാണ് ഇപ്പോൾ അവശേഷിക്കുന്ന നടപടി. അത് പോലീസ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രതിയെ എത്ര ദിവസം കസ്റ്റഡിയിൽ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, തെളിവെടുപ്പ് നടത്തണം, അത്തരം കാര്യങ്ങളെല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് എഴുതുക. അത് പോലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ആലുവ പോലീസ് ക്ലബിൽ തന്നെയാണ് ADGP B സന്ധ്യ അടക്കമുള്ളവർ ഇപ്പോൾ ഉള്ളത്. പ്രതിയും അവിടെ തന്നെയാണുള്ളത്. വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. സൗമ്യ. ഉമേഷ്, സാധാരണ ഇങ്ങനെ ഇത്രയും പ്രമാദമായ കേസുകളിൽ പ്രതി പിടിയിലായി കഴിഞ്ഞാൽ, ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന ഒരു പതിവുണ്ട്. ഒരുപക്ഷെ ഇന്ന് DGP കൂടി എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? ഉമേഷ്, ഒരുപക്ഷെ സാധാരണ ഇത്തരം കേസുകളിൽ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടു നിർത്തി കാര്യങ്ങൾ വിശദീകരിക്കുക, ജനങ്ങളെ അത് അറിയിക്കുക എന്നൊരു പതിവ് പോലീസ് സേനക്കുണ്ട്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അറിയുന്ന കാര്യങ്ങൾ? പ്രത്യേകിച്ച് DGP ഇന്ന് എത്തുന്നുകൂടിയുണ്ട്.
ഉമേഷിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല എന്നാണ് കരുതുന്നത്. ഉമേഷിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പെരുമ്പാവൂരിൽ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യത ഇല്ല. മെഡിക്കൽ സംഘം ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലെത്തി ഇയാളെ ദേഹപരിശോധന നടത്തി. തിരികെ എത്താം ഇടവേളയിലേക്ക്. ജിഷയുടെ ഘാതകൻ അമീർ ഉൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. സംഘർഷ സാധ്യതയൊക്കെ നിലനിൽക്കുന്നതിനാൽ ജിഷയുടെ വീടായ പെരുമ്പാവൂരിലെ വീട്ടിലെത്തി ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പം മുമ്പ് ആലുവ പോലീസ് ക്ലബിൽ മെഡിക്കൽ സംഘം എത്തി ഇയാളുടെ മെഡിക്കൽ പരിശോധന നടത്തി. പ്രതിയുടെ വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, മെഡിക്കൽ സംഘം തിരികെ പോയിട്ടുണ്ടോ അതോ പരിശോധന തുടരുകയാണോ? സൗമ്യ, ദേഹപരിശോധന തുടരുകയാണ്. മെഡിക്കൽ സംഘം ഇതുവരെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പോയിട്ടില്ല. ഏതാണ്ട് 15 മിനിറ്റായി മെഡിക്കൽ സംഘം ആലുവ പോലീസ് ക്ലബിൽ എത്തിയിട്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണ ആശുപത്രിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തുകയാണ് പതിവ്. അത് പെരുമ്പാവൂരിലോ മറ്റോ ചെയ്യാമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം മെഡിക്കൽ സംഘത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്ന പരിശോധന നടത്തുന്നത്. അത് പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പരിശോധന പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാം. അതിനുശേഷം ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുമോ എന്നും സംശയിക്കാം. നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിന് മുൻപായി കോടതിയിൽ ഹാജരാക്കിയാൽ മതി. എന്നാൽ ഇന്നത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് പറയാനാവാത്ത സ്ഥിതിയാണ്. കാരണം വൈദ്യപരിശോധനയ്ക്കായി അല്പസമയം മുമ്പ് തന്നെ മെഡിക്കൽ സംഘം എത്തിയിരിക്കുന്നു. ഇത് പൂർത്തിയായാൽ ഉടൻ ഒരുപക്ഷെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. കോടതിയിൽ കൊണ്ടുപോയാൽ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് അപേക്ഷ സമർപ്പിക്കും. 15 ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുക. വിശദമായി പോലീസിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അത് 3 ദിവസം മാത്രമാണ് അത്തരത്തിലൊരു ചോദ്യം ചെയ്യാൻ പോലീസിന് അവസരം ലഭിച്ചത്. ഇതിൽ ഇയാൾ പ്രതിയാണ്, കുറ്റം സമ്മതിച്ചു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കൊലപാതകത്തിൻ്റെ കൂടുതൽ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. എത്തരത്തിൽ ജിഷയുമായി ഇയാൾക്ക് ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊലപാതകത്തിന് ഇത്രയും നിഷ്ഠുരമായ രീതിയിൽ കൊലപാതകം ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു, ഏത് ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി, നിലവിൽ ഒരു ആയുധം കണ്ടെടുത്തിട്ടുണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ചത് എന്ന് കരുതുന്ന കത്തി കണ്ടെടുത്തെങ്കിലും കൂടുതൽ ആയുധങ്ങൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു, ആയുധം എവിടെയൊക്കെ ഉപേക്ഷിച്ചു, അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇനിയും കണ്ടെടുക്കേണ്ടതുണ്ട്. അത് തെളിവെടുപ്പ് സമയത്ത് മാത്രമാണ് സാധ്യമാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുക. ഈ കസ്റ്റഡി വിട്ടുകിട്ടുന്ന ആ സമയത്ത് തന്നെയായിരിക്കും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡും നടത്തുക. തിരിച്ചറിയൽ പരേഡിന് അയൽവാസികളായ പലരെയും പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കൊലപാതകം നടന്ന ദിവസം സംശയാസ്പദമായ രീതിയിൽ ജിഷയുടെ വീടിന് മുൻപിൽ പലരെയും കണ്ടു എന്ന് പറയുന്ന പല മൊഴികളുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ മൊഴി നൽകിയവരെല്ലാം തന്നെ ഇയാളുടെ തിരിച്ചറിയൽ പരേഡിനായി പോലീസ് വിളിപ്പിക്കും. ജിഷയുടെ അമ്മയെയും സഹോദരിയും തിരിച്ചറിയൽ പരേഡിനെ വിളിപ്പിക്കും. അതെല്ലാം തന്നെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുക. അത്തരത്തിലുള്ള നടപടികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇന്നത്തെ നടപടി എന്ന് പറയുന്നത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരത്തിന് മുൻപ് കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നിരിക്കെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് മുൻപായോ വേണമെങ്കിൽ പെരുമ്പാവൂരിൽ കൊണ്ടുചെന്ന പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് പോലീസിന് നടത്താം. ആയുധങ്ങൾ കണ്ടെടുക്കുന്ന സംബന്ധിച്ച നടപടികൾ ചെയ്യാം. പക്ഷേ വലിയ തോതിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അത് പോലീസ് ഇന്ന് ഒഴിവാക്കും. പ്രത്യേകിച്ചും DGPയുടെ തീരുമാനം അത്തരത്തിലാണ്. കാരണം സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു നടപടികൾ ഉണ്ടാകൂ എന്നാണ് DGPയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക എന്ന നടപടി മാത്രമാണ് ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. സൗമ്യ. ഉമേഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂരിൽ എത്തിക്കാനുള്ള സാധ്യത, അതായത് പെരുമ്പാവൂരിൽ എത്തിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ പോലീസ് സംഘം എത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ ഗൗരവതരമായി എടുക്കേണ്ടതാണ്. കാരണം പിടിയിലായ 2 ദിവസത്തിലേറെ വളരെ രഹസ്യമായിരുന്നു പ്രതിയെ സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ ചോദ്യം ചെയ്യൽ അടക്കം പുരോഗമിച്ചിരുന്നത്. അതിനുശേഷം ഇന്നലെ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായി തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇന്നിപ്പോൾ മെഡിക്കൽ സംഘത്തിലെ അവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായി അങ്ങനെ ചെയ്യാറില്ല എന്ന് നേരത്തെ ഉമേഷ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പെരുമ്പാവൂരിലെയൊക്കെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ച് നോക്കിയാൽ അവിടുത്തെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണിപ്പോൾ?
രഹസ്യമായിട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ കോടതിയിലേക്കും കൊണ്ടുപോകുക. വളരെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇതുവരെ പ്രതിയുടെ മുഖം മാധ്യമങ്ങൾക്ക് മുൻപാകെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുൻപാകെയോ വെളിവാക്കിയിട്ടില്ല. തുണി കൊണ്ട് മൂടിയാണ് ഇന്നലെ ഇവിടെ എത്തിച്ചതും മറ്റുമെല്ലാം അത്തരത്തിലായിരുന്നു. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും അത്തരത്തിൽ തന്നെ ആയിരിക്കും. തെളിവെടുപ്പ് സമയത്തിന് കസ്റ്റഡിയിൽ വിട്ടുകെട്ടി തെളിവെടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും പ്രതിയുടെ മുഖം വെളിവാക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയുള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ സംഘർഷ സാധ്യതയാണ് എല്ലായിടത്തും. ഇന്നലെ പ്രതിയെ ഇവിടെ ആലുവ പോലീസ് ക്ലബിലേക്ക് വരുമ്പോഴും വലിയ തോതിലുള്ള ജനസഞ്ചയം ഇവിടെ ആലുവ പോലീസ് ക്ലബിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ കൊലപാതക കൃത്യം നടന്ന പെരുമ്പാവൂരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ സംഘർഷ സാധ്യത ഇതിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കും. അത് പോലീസിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവെടുപ്പ് സമയത്തും മറ്റുമായി അതീവ സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴെല്ലാം തന്നെ പെരുമ്പാവൂർ വലിയ സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടാകില്ലെങ്കിൽ തന്നെയും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും അവിടെയും ആ പരിസരത്തും ഒരുപക്ഷെ സംഘർഷ സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തന്നെ ഈ കോടതി പരിസരത്തെല്ലാം തന്നെ വലിയ തോതിലുള്ള പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആ സംഘർഷ സാധ്യത ഒഴിവാക്കാനായി തന്നെയാണ് അത്തരത്തിൽ അത് നേരിടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് മുൻപ് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ ഘാതകനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇയാളെ അല്പം മുമ്പ് ആലുവ പോലീസ് ക്ലബിൽ മെഡിക്കൽ സംഘമെത്തി ഇയാളുടെ ദേഹപരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇയാളെ കൊണ്ടുപോയാൽ, ഹോസ്പിറ്റലിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയാൽ ഉണ്ടാകാവുന്ന സംഘർഷ സാധ്യത ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മെഡിക്കൽ സംഘത്തെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലേക്ക് വരുത്തി ഇയാളുടെ ദേഹപരിശോധന നടത്തുന്നത്. ആയാലും ഉച്ചയ്ക്ക് ശേഷം DGPയും എത്തുന്നുണ്ട്. തിരികെ എത്താം മറ്റു വാർത്തകളിലേക്ക്. ഒരിടവേള. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ അഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്ന് MD അറിയിച്ചു. ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MP സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായക് L ഖൈസർ തുടങ്ങിയവർ പങ്കെടുത്തു.